എക്കോ സിനിമ കണ്ടപ്പോൾ സംശയമില്ല, എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടായി കാണും അല്ലേ? ചില സംശയം സിനിമ കണ്ടപ്പോൾ തന്നെ മാറി, ചില സംശയങ്ങൾ സിനിമ കഴിഞ്ഞപ്പോൾ നമുക്ക് ഊഹിച്ചെടുത്ത് മാറ്റാൻ കഴിയുന്നുണ്ടായിരുന്നു. ശരി, നമുക്കിപ്പോൾ സിനിമ കണ്ടപ്പോൾ മാറി ചില സംശയങ്ങൾ ആദ്യം ഒന്ന് നോക്കാം. ഒന്ന്, തന്നോട് മോശമായി പെരുമാറിയ കുര്യാച്ചനെ കുറിച്ച് മ്ലാത്തിച്ചേടത്തി പിയൂസ് അഥവാ മണികണ്ഠനോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണത്? കാരണം താൻ കുര്യാച്ചനെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തിയതായി മറ്റുള്ളവർ അറിയാനോ ചിന്തിക്കാനോ മ്ലാത്തിച്ചേടത്തി ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തനിക്ക് വിരോധമൊന്നുമില്ല എന്ന് തോന്നുന്ന രീതിയിൽ മ്ലാത്തിച്ചേടത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇനി മണികണ്ഠൻ പിയൂസായി തന്റെ യജമാനെ തേടി മ്ലാത്തിച്ചേടത്തിയുടെ അടുത്തെത്താൻ ഈ 6 വർഷം പിടിച്ചത് എന്തിനാ? കാരണം മുമ്പൊരിക്കലൊരു കൊല കുര്യാച്ചന് വേണ്ടി ചെയ്തു. ഇനി മറ്റൊരു മർഡർ കേസിന്റെ കാര്യം നരേൻ എന്ന നേവിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ പലതവണ ഒളിവിൽ പോയതുകൊണ്ടായിരിക്കാം അത്രയും വർഷം പിടിച്ചത് അല്ലേ? ഇനി നരേന്റെ ക്യാരക്ടറിന്റെ കാറിന്റെ ബ്രേക്കിന് പണി കൊടുത്താരാണ്? അത് കുര്യാച്ചനാണെന്ന് ആദ്യം തോന്നിച്ചെങ്കിലും പിന്നീട് വ്യക്തമായി അത് കുര്യാച്ചന്റെ കൂടെ സഹായിയായി നിന്ന മറ്റൊരു വ്യക്തി, അതായത് മണികണ്ഠനായിരുന്നു. കാരണം തന്റെ യജമാനെതിരെ വരുന്ന ആരെയും വെച്ചേക്കില്ലെന്ന് അവൻ നിശ്ചയിച്ചുറച്ചിരുന്നു. ഇനി വിനീതിന്റെ ക്യാരക്ടറായ മോഹൻ പോത്തനെ കൊന്നതോ? ഇവിടെ മ്ലാത്തിച്ചേടത്തിയാണ് ഇടപെടുന്നത്. കുന്നിൻചെരുവിൽ നായ്ക്കളുടെ ശബ്ദം കേട്ട് അവിടെ കുര്യാച്ചൻ ഉണ്ടായിരിക്കുമോ എന്ന സംശയത്തിൽ മോഹൻ പോത്തൻ ബൈനോക്കുലറുമായി ക്ലിഫിലേക്ക് ലാസ്റ്റ് സീനിൽ മ്ലാത്തിച്ചേടത്തി നോക്കുന്ന അതേ ദിക്കിലേക്ക് പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഇവിടെ നായ്ക്കളെ മ്ലാത്തിച്ചേടത്തി വിട്ടു കഴിഞ്ഞു. ഇനി മോഹൻ പോത്തൻ കുര്യാച്ചനെ കണ്ടെത്തുന്നതിന് വേണ്ടി തന്റെ നായയെ കൊണ്ടുവന്ന് കുര്യാച്ചന്റെ നായ്ക്കളെ ആകർഷിക്കാൻ ശ്രമിച്ചിട്ട് അത് നടക്കായിരുന്നു എന്താ? കാരണം അവിടെയുള്ള മറ്റു നായ്ക്കളുടെ യഥാർത്ഥ മാസ്റ്റർ ഇപ്പോൾ മ്ലാത്തിച്ചേടത്തിയാണ്, അഥവാ സോയി. ഓർക്കുക, മലേഷ്യയിൽ യോസിയാന്റെയും സോയിയുടെയും നായ്ക്കൾ പ്യുവർ ബ്രീഡായിരുന്നു. അവർ മറ്റു നായ്ക്കളുമായി ഇണചേരില്ലായിരുന്നു. പിന്നെ മലേഷ്യയിൽ നിന്നുള്ള നായ്ക്കുഞ്ഞുങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ സോയി അഥവാ മ്ലാത്തിച്ചേടത്തി അങ്ങനെ തന്നെ പരിശീലിപ്പിച്ചു. അതുകൊണ്ട് മോഹൻ പോത്തന്റെ ശ്രമം വിഫലമായി. ഇനി വേറെ ചില സംശയങ്ങൾ സിനിമയിൽ നേരിട്ട് വ്യക്തമാക്കുന്നില്ല. അത് ചിന്തിച്ച് കണ്ടുപിടിക്കാനുള്ളതായതുകൊണ്ട് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ചില സംശയങ്ങൾ നമുക്ക് നോക്കിയാലോ. ഒന്ന്, മലേഷ്യയിൽ വെച്ച് സോയിയെ നായ കടിച്ചത് പ്രൊട്ടക്ഷൻ ആയിരുന്നോ റെസ്ട്രിക്ഷൻ ആയിരുന്നോ? സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓൾമോസ്റ്റ് ലുക്ക് സെയിം എന്ന സിനിമയിലെ പ്രധാന സന്ദേശമാണ് ഇവിടെ കാണുന്നത്. കുര്യാച്ചൻ അവകാശപ്പെട്ടത് യോസിയാൻ സോയിയെ നിയന്ത്രിച്ചു എന്നാണ്. അതോ കുര്യാച്ചന്റെ കണ്ണുകളിലെ കപടത തിരിച്ചറിഞ്ഞ നായ്ക്കൾ സോയിയെ സംരക്ഷിക്കുകയാണ് ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായം പറയാമോ? സുപ്രധാനമായ രണ്ടാമത്തെ ചോദ്യം, കുര്യാച്ചൻ മരിച്ചോ എന്നതാണ്. മ്ലാത്തിച്ചേട്ടത്തിയെ അന്വേഷിക്കുന്ന മണികണ്ഠൻ പലപ്പോഴും ചേട്ടത്തിയെ വീടിന്റെ പിന്നാമ്പുറത്ത് കാണുന്നു. കാരണം അവിടെ നിന്ന് കുര്യാച്ചൻ പെട്ടുപോയ ഗുഹ അവർക്ക് നിരീക്ഷിക്കാം. ഒപ്പം മുളക്കുറ്റിയിൽ ഭക്ഷണവും നൽകുന്നു. മുൻപ് മലേഷ്യയിൽ മുളക്കുറ്റിയിൽ ഭക്ഷണം നൽകാൻ നായ്ക്കളെ ഉപയോഗിച്ചതുപോലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം മുളക്കുറ്റിയിൽ കാണുന്നത് ജീവനോടെ ഇരിക്കുന്ന കുര്യാച്ചന് അന്നും ഭക്ഷണം കൊടുത്തു എന്നാണോ സൂചിപ്പിക്കുന്നത്? അതോ പല നായ്ക്കളും തിരിച്ചു വരുന്നതായി കാണിക്കുന്നത് ഇനി ഭക്ഷണം കൊടുക്കാൻ കുര്യാച്ചൻ അവിടെ ജീവനോടെ ഇല്ലാത്തത് കൊണ്ടാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവസാനമായൊരു ചോദ്യം, മണികണ്ഠന്റെ ഭാവി എന്താ? മോഹൻ പോത്തന്റെ ബൈനോക്കുലറുമായി മ്ലാത്തിച്ചേടത്തി നോക്കുന്നത് തന്റെ യജമാനെ പെടുത്തിയ ഗുഹാ പരിസരത്തേക്കാണെന്ന് തിരിച്ചറിഞ്ഞ കുര്യാച്ചന്റെ കാവൽനായ മണികണ്ഠൻ ഒരു നിമിഷം പകച്ചുപോയി. മ്ലാത്തിച്ചേടത്തിയെ കൊന്ന് തന്റെ യജമാനെ ഗുഹയിൽ നിന്ന് രക്ഷിക്കാമെന്ന് കരുതിയപ്പോഴോ? അത് വെറും വ്യാമോഹമാണെന്ന് എടുത്തിട്ട് നായ്ക്കൾ വ്യക്തമാക്കി. ശിഷ്ടകാലം യഥാർത്ഥ മാസ്റ്ററായ മ്ലാത്തിച്ചേടത്തിയുടെ കീഴിൽ ഒരു കാവൽ നായയെ സഹകരിച്ചു പോകാനാണോ മണികണ്ഠന്റെ നിയോഗം? അതോ അവൻ പുറത്തു കിടക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാമോ? താങ്ക്സ്.